ദേ ഷെഫബി നോക്കിയാൽ പോകുന്നുള്ളൂ. സോറി, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പേര് കൂടി കുക്ക് ചെയ്യാൻ പോകുന്നു. 500 കിലോ ബീഫ്. എന്തിനാണെന്നല്ലേ, ഷാർജ സെൻറ്റ് മേരീസ് യാക്കോബായ ചർച്ചിലെ മാതാവിൻ്റെ ജന്മപ്പെരുന്നാളിനനുബന്ധിച്ചുള്ള നേർച്ചതിഥിക്ക് വേണ്ടിയിട്ടോ. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള 500 കിലോ ബീഫ് നുറുക്കി കഴുകി എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ നന്നായിട്ട് കഴുകി ഊറ്റി വലിയ അരിപ്പപാത്രത്തിലാക്കി വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്ന സമയം കൊണ്ട് ചിരണ്ടി വെച്ചാൽ തേങ്ങ വറുത്തെടുക്കാം. ആരും ചിന്തിക്കണം കേട്ടോ തേങ്ങയുടെ കളർ എന്താ ഇങ്ങനെയെന്ന്. ഏകദേശം തേങ്ങ വറുത്ത് കഴിയാറായപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തിട്ടില്ലെന്നുള്ള നഗ്നസത്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇനി അങ്ങോട്ട് അമ്പാഞ്ചേട്ടന്റെ ശ്രദ്ധിക്കുന്നുണ്ടെണ്ണ എന്നുള്ള ഡയലോഗ് മനസ്സിൽ വിചാരിച്ച് വറുത്തെടുത്ത തേങ്ങ വാരി മാറ്റി സെയിം ഉരുളിയിൽ എടുത്തു ചേർന്ന മസാല വാരിയിട്ട് ചെറു ചൂടിൽ ഇളക്കി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ല വറുത്ത മണം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും വാരി മാറ്റി വെക്കാം. പിന്നെ ഈ മസാല എന്താന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കണ്ട കേട്ടോ. അത് നമ്മുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഇതെല്ലാം കൂടി പാക്കറ്റ് പൊട്ടിച്ച് ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചാർന്ന അടുത്തത് നമ്മുടെ വറുത്തു ചേർന്ന തേങ്ങ ഗ്രൈൻഡറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണോട് ഒഴിച്ച് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുഴമ്പ് പരുവത്തിന് കിട്ടും. അങ്ങനെ ഇതവിടെ സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് വാർപ്പ് കയറ്റാം. ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. ചൂടായി കഴിഞ്ഞാലോ പിടിച്ചാലും കിട്ടിയല്ല. അങ്ങനെ വാർപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും തട്ടി ഇളക്കി നന്നായിട്ട് മൂപ്പിച്ച് പിന്നെ അതിന്റെ ആ ഒരു പച്ചപ്പൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് മൂത്ത് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ച് അരിഞ്ഞു വെച്ചാൽ സവാളയോടെ ഇതിലേക്ക് തട്ടി ആവശ്യത്തിന് ഉപ്പോടെ വാരിയിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ബീഫ് 500 കിലോ ഉള്ളതുകൊണ്ടും പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വാർപ്പ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടും ഒരു 250 കണക്കിൽ എല്ലാം 2 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആ ഒരു സെറ്റില് ബീഫൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് 2ാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എന്ത് ചൂടുണ്ട് ഷെഫബിയുടെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും അടർത്തിയെടുത്ത കറിവേപ്പില ഇട്ട് ഇളക്കി ഇതൊന്നും നന്നായിട്ട് മൂത്ത് അതിന്റെ ആ ഒരു പച്ചപ്പൊക്കെ അങ്ങോട്ട് പോയി വരുമ്പോഴേക്കും പാകത്തിന് മഞ്ഞപ്പൊടി ഇതിലേക്ക് കോരിയിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിരുന്ന മസാല ഇല്ലേ അത് ഇതിലേക്ക് തട്ടി ഇളക്കി. പിന്നെ ഈ മസാല ഇട്ടതിന് ശേഷം ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇത് ഓൾറെഡി നമ്മൾ വറുത്ത് അതിന്റെ ആ ഒരു പച്ചമുളകൊക്കെ കളഞ്ഞെടുത്ത് വെച്ചത് കൊണ്ട് ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. അങ്ങനെ തീ കുറച്ച് വെച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് നന്നായിട്ട് ഇളക്കി ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി സെറ്റായി വരുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെള്ളമൊക്കെ വാർന്നു പോകുമ്പോൾ ചേർന്ന ബീഫ് അത് കുറച്ച് ഇതിലേക്ക് തട്ടി. അതെന്തിനാ കുറച്ച് തട്ടുന്നേ, ഒന്നിച്ചങ്ങോട്ട് തട്ടിയാൽ പോരെ എന്ന് ചിന്തിക്കണ്ട. ഈ 250 കിലോ ബീഫ് ഒന്നിച്ച് ഇതിലേക്ക് തട്ടി ഈ മസാലയൊക്കെ ആയിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും നേരം വെളുക്കും. അതുകൊണ്ട് കുറച്ച് ബീഫ് ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി എടുക്കുന്നതല്ല എളുപ്പം. അങ്ങനെ കുറച്ച് ബീഫ് ഇതിലേക്ക് തട്ടി ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി മൂടി വെച്ച് ചെറു ചൂടിൽ വേവിക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് അങ്ങനെ ഇറങ്ങിക്കോട്ടെ. ഈ വെള്ളം ഇറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കുന്നുള്ള ടെൻഷനില്ല, ധൈര്യമായിട്ട് നമുക്ക് അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അടുപ്പിൽ തീ കത്തിച്ച് വാർപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി സെയിം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അരിഞ്ഞു വെച്ചാണ് സവാളയും പാകത്തിന് ഉപ്പോയിട്ട് നന്നായിട്ട് വഴറ്റി അരിഞ്ഞു വെച്ചാണ് പച്ചമുളകും കറിവേപ്പില ഇട്ട് ആ പച്ചമുളകൊക്കെ പോകുന്നു പറഞ്ഞ് നന്നായിട്ട് വഴറ്റി കുറച്ച് മഞ്ഞപ്പൊടിയുടെ വാരിയിട്ട് മൂപ്പിച്ച് വറുത്തു ചേർന്ന മസാല ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന 250 കിലോ ബീഫിൽ കുറച്ച് ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതും മൂടി വെക്കാം. സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഈ മാതാവിന്റെ ജന്മപ്പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. മണർകാട് പള്ളിയിലെ ഏറ്റവും വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് മാതാവിന്റെ ജന്മപ്പെരുന്നാളാണ്. ഈ 8 ദിവസം നോമ്പും വ്രതവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ലക്ഷോപലക്ഷം വിശ്വാസികളാണ് മാതാവിന്റെ ജന്മപ്പെരുന്നാൾ പങ്കുചേരാൻ മണർകാട് പള്ളിയിൽ എത്തുന്നത്. വിശുദ്ധ മാതാവിന്റെ അരക്കച്ചയുടെ അംശം 1982 ഈ പള്ളിയിൽ സ്ഥാപിച്ചത്. മദ്ബഹയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള സുനറ വണങ്ങുവാൻ എല്ലാ ദിവസവും വിശ്വാസികൾ എത്തുന്നുണ്ട്. മരുഭൂമിയിലെ മണർകാട് എന്നറിയപ്പെടുന്ന ഷാർജ സെന്റ് മേരീസ് യാക്കോബായ ചർച്ച് കൂദാശ ചെയ്യപ്പെടുന്നത് 1997 2005 വിശുദ്ധ മാതാവിന്റെ ഇടക്കെട്ടിന്റെ ഒരു അംശം ഇവിടെ സ്ഥാപിതമായി. വിളിച്ചാൽ വിളിയേക്കുന്ന അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടാൻ അനേകായിരം വിശ്വാസികളാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. മാതാവിന്റെ ജന്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ നേർച്ച സദ്യ ഉണ്ടാക്കുന്നതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ ഒത്തിരി ഭാഗ്യവാനാണ്. അങ്ങനെ നമുക്കറിയാവുന്ന കുറച്ച് ചരിത്രങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ മൂടി വെച്ചിരുന്ന ബീഫ് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചാലോ. അങ്ങനെ 2 സെറ്റ് ബീഫും നന്നായിട്ട് ഇളക്കി ഒരു പകുതി വേവൊക്കെയായി ബീഫിനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടെൻഷനും ഇല്ല. ഇത്തിരി തീയൊക്കെ അങ്ങോട്ട് കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ തീ കൂട്ടി വെച്ച് ഇളക്കി തിളപ്പിച്ച് ഒരു 3/4 വേവിന് മേളിലായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വറുത്ത് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുഴമ്പ് പരുവത്തിന് അരച്ചെടുത്ത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അത് പകുതിയാക്കി 2ലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള താളിപ്പിനുള്ള പരിപാടി നോക്കാം. ചീനച്ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കുനുകുനാന്ന് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് കുനിപ്പിക്കണ്ട കേട്ടോ, ഒരു മീഡിയം കുനിപ്പ് മതി. വാരി എണ്ണയിലേക്ക് തട്ടി ചെറു ചൂടിൽ നന്നായിട്ട് ഇളക്കി വറുത്ത്
വറുത്ത് കോരി മാറ്റി വെക്കാം. ഈ താളിപ്പ് നമ്മൾ 2 സെറ്റിനോടെ കൂടി ഒന്നിച്ചായിട്ട് ഉണ്ടാക്കുന്നേ. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ വാരിയെടുത്ത് സെയിം എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഈ കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പം തീ നന്നായിട്ട് കുറച്ച്, കടുക് പൊട്ടുന്നതിന് മുമ്പ് തീ കുറച്ച് കഴിഞ്ഞാൽ കടുകൊന്നും പൊട്ടുകയില്ല കേട്ടോ. അങ്ങനെ തീ കുറച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കരിച്ച് കളയരുത്, തീ ഓഫ് ചെയ്ത് വെക്കാം. ഈ സമയം കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല ഈ കറിയുടെ മുകളിലേക്ക് വാരി വെതറി ആ വറുത്തെടുത്ത തേങ്ങയോടെ ഇതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി ആ താളിപ്പോടെ കൊണ്ടുവന്ന് ഇതിലേക്ക് കമത്തി നന്നായിട്ട് ഇളക്കിയെടുത്ത് ഞാൻ ഈ കറി റെഡി. ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തു ഈ ബീഫ് ഒന്ന് പരുവായി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഈ ബീഫ് കറി റെഡിയാക്കുന്നതിന്റെ ഒപ്പം തന്നെ ചോറും മോരുകറിയും ക്യാബേജ് തോരനും ഗോതമ്പ് പായസവും റെഡിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി ബീഫൊക്കെ വാർപ്പിന്ന് കോരി മാറ്റി. ഇനിയാണ് മെയിൻ പരിപാടി. നമ്മൾ പലതരത്തിലുള്ള പൊറോട്ട ഉണ്ടുണ്ട്. കിഴി പൊറോട്ട, പാൽ പൊറോട്ട, എന്തിന് നൂൽ പൊറോട്ട വരെ കണ്ടു. പക്ഷെ ഇതുപോലെ ഒരു ഐറ്റം ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതിന് നമ്മളിട്ടിരിക്കുന്ന പേര് വാർപ്പ് പൊറോട്ട. ഇത് ഉണ്ടാക്കുന്ന വിധം വളരെ എളുപ്പമാണ്. വാർപ്പിൽ നിന്ന് ബീഫ് കറി കോരി മാറ്റിയതിന് ശേഷം 1-2 പീസ് അവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അടിച്ച് പദം പരുത്തിയ മുരിഞ്ഞ പൊറോട്ട വാരി നിരത്തി കൈ പൊള്ളാതെ വടിച്ചുകൂട്ടി പ്ലേറ്റിലാക്കി അങ്ങോട്ട് കഴിക്കുക. സംഭവം പൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണേ. അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലോടൊന്ന് ഞെക്കി വെച്ചാൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. താങ്ക്